എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസ് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ എസിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ക്ലിയർ ചെയ്തു തരാൻ പോകുന്നത്. അതായത് എസിലേക്ക് ഇനി ചേരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അവർ കമൻറ്റിലൂടെയൊക്കെ മറ്റും ചോദിച്ച സംശയങ്ങളുണ്ട്. അല്ലാതെ സാധാരണ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോയിലൂടെ എസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ്, നിങ്ങൾ എസിൽ ചേരുന്നതിന് മുമ്പ് അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എസിലേക്ക് ചേരാൻ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഈ വീഡിയോ നിങ്ങൾ കാണുക. ബിക്കോസ് നിങ്ങളിതെല്ലാം കേട്ട് അറിഞ്ഞ് മാത്രമേ എസിൽ ചേരാവൂ. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഒരു സെൻറ്റൻസിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് എസിനെ പറ്റി എല്ലാം അറിഞ്ഞ ശേഷം എസിലേക്ക് ചേരുക. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളായിരിക്കും. എസ് എന്തെല്ലാം, എങ്ങനെ എസ് എന്നാൽ എന്ത്, ഇതിലെന്തൊക്കെയാണുള്ളത്, ഇത് എങ്ങനെയാണുള്ളത്, ഓക്കെ, എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്, അവ എങ്ങനെയാണുള്ളത്, അതിൽ നിങ്ങളതിൽ 2 വർഷം നിങ്ങൾ അതിൽ അംഗമായി പ്രവർത്തിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളായിരിക്കും നോക്കാം. അപ്പോൾ ഇത് നോക്കാനായിട്ട് എനിക്കൊരു എളുപ്പ വഴി ഇന്നലെ കിട്ടി. ഇന്നലെ എൻ്റെ ചാനലിൽ ഒരു ആളിട്ട് ലിറ്റിൽ പേജസ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് ഇട്ടൊരു കമൻറ്റാണ്. എസിനെ പറ്റി അറിയാൻ ഒരു കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, +1 എസ് ചേരുന്നതിന് മുമ്പുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ കമൻറ്റിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവാനുള്ള സംശയങ്ങൾ. അപ്പോൾ ഈ കമൻറ്റ് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആദ്യം ഉത്തരം നൽകി പോകാം. ഓക്കെ, ഈ വീഡിയോ +1 ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പറയുക. ഹയർ സെക്കൻഡറിയിൽ എസിൻ്റെ ഭാഗമാകുമ്പോൾ ഉള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയാം. കോളേജസിലെ എസിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ എസിൻ്റെ ഭാഗമാകാൻ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. എവിടെ, ഒരു സെക്കൻഡ്. ഓക്കെ, എസിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ്, എവിടെ, +1 എസിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് എന്നാണ് ഈ കുട്ടി ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം. +1 ഓരോ സ്കൂളുകളും എസിലേക്ക് വിദ്യാർത്ഥികളെ എടുക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. 3 മെത്തേഡാണുള്ളത്. ഒന്നെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ആയിരിക്കാം, ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്താം. ഓക്കെ, ഈ 3 വഴികളുണ്ട്. ചില സ്കൂളുകളിൽ ഒരു റിട്ടൺ ടെസ്റ്റ് നടത്തും. ആ റിട്ടൺ ടെസ്റ്റിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ എസിലേക്ക് സെലക്ട് ചെയ്യും. ചില സ്കൂളുകളിൽ ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂവിൽ ചോദ്യങ്ങളുണ്ടാവും. ആ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ എസിലേക്ക് എടുക്കും. ചില സ്കൂളുകളിൽ റിട്ടൺ ടെസ്റ്റും നടത്തും, കൂടെ ഇൻ്റർവ്യൂ നടത്തും. അതിൽ രണ്ടിലും കൂടി ചേർത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ എസിലേക്ക് എടുക്കും. ഓക്കെ, ഇനി ഇതുമായി റിട്ടൺ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റിട്ടൺ ടെസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അത് കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തേക്കാം, നമ്മുടെ ചാനലുണ്ട്. ഇനി എസിൻ്റെ ഇൻ്റർവ്യൂവിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. സോ ഈ 2 കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്ന വഴി തന്നെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എസിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഈ 3 മെത്തേഡാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ റിട്ടൺ ടെസ്റ്റ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ രണ്ടും കൂടി. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇത് ലെങ്ത്ത് കൂടി പോകും. ഇൻ്റർവ്യൂവിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് മറ്റൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, എസിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എസിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. എസിൽ ചേരുന്നതിന് മുമ്പ് എല്ലാ പിള്ളേർക്കും ഉള്ള ഡൗട്ടാണ്. കാരണം ഈ ആക്ടിവിറ്റീസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമായിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് പണിയെടുപ്പിച്ച് ഊപ്പാട് വരുത്തുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും എസിൽ ചേരുന്നതിന് മുമ്പ് ഉണ്ടാവാറുണ്ട്. എസിൽ ചേരാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും. എസിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ നമ്മൾ 3ആയിട്ടാണ് തിരിക്കാറുള്ളത്. ഓക്കെ, 1 ക്യാമ്പസ് വർക്കാണ്, 2 കമ്മ്യൂണിറ്റി വർക്കാണ്, 3 ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും കൂടി ചേർത്ത് നിങ്ങൾ ഒരു വർഷം 120 മണിക്കൂർ ജോലി ചെയ്യണം. 2 വർഷം +1 +2 കൂടി 240 മണിക്കൂർ ഉണ്ടാവും. ഇതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. ആദ്യം ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ 20 മണിക്കൂറാവും ഉണ്ടാവുക. ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പാടുള്ള പണിയൊന്നുമില്ല. പല ക്ലാസ്സുകളായിരിക്കും. ഒരു ക്ലാസ് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉണ്ടാവും. പുറത്തുനിന്ന് അധ്യാപകരോ മറ്റ് ഫാക്കൽറ്റീസ് വരും. നിങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും.
ഭരണഘടനയെ പറ്റിയുള്ള ക്ലാസ്സുകൾ എടുക്കാം, സാമൂഹ്യ സേവനം വളർത്തുന്നതിൻ്റെ ക്ലാസ് എടുക്കാം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പുറത്തു നിന്നുള്ള ഫാക്കൽറ്റീസ് വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും NSSലെ വിദ്യാർത്ഥികൾക്ക്. ഇങ്ങനെ ഒരു 20 മണിക്കൂർ ക്ലാസ്സിൽ നിങ്ങൾ ഒരു വർഷം ഇരിക്കണം. ഇതിനെയാണ് ഓറിയൻറ്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും എല്ലാവർക്കും വെറുതെ ക്ലാസ് ഇരുന്നാൽ മതി. പലപ്പോഴും ഇതൊക്കെ ഇൻട്രസ്റ്റിങ്ങും രസകരവുമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും NSSൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റികളാണ് ക്യാമ്പസ് വർക്കുകൾ. ഈ ക്യാമ്പസ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ, നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസിനുള്ളിൽ ചെയ്യേണ്ട ആക്ടിവിറ്റികളാണ്. ഈ ആക്ടിവിറ്റികളിലാണ് നിങ്ങൾ പലപ്പോഴും NSSലെ വിദ്യാർത്ഥികളെ പൊതുവായി കാണാറുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് വരിക. അതായത് നിങ്ങൾ NSS എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരും എന്താ, കുറച്ച് പിള്ളേർ വന്നിട്ട് കാട് വെട്ടുന്നു, ക്ലാസ് തൂക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ പരിസരങ്ങൾ വൃത്തിയാക്കുന്നു, ഇതാണല്ലോ വരിക. ഇത് ക്യാമ്പസ് വർക്കിലവിടെ സ്കൂളിൻ്റെ ഉള്ളിൽ പരിസരങ്ങൾ വൃത്തിയാക്കൽ, ഇത് മഴക്കാലത്തിന് മുമ്പ് ഉള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് NSSലെ വിദ്യാർത്ഥികൾ ഒന്ന് വൃത്തിയാക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ക്യാമ്പസ് വർക്കിൽ വരും. കൂടാതെ സ്കൂളിൻ്റെ ഉള്ളിൽ NSSലെ വിദ്യാർത്ഥികൾ കൃഷിത്തോട്ടം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഇത് NSSൻ്റെ ക്യാമ്പസ് വർക്കിൽ വരും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ 30 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടി വരും ഒരു വർഷം. ഇതാണ് NSSലെ രണ്ടാമത്തെ പ്രവർത്തനം, ക്യാമ്പസ് വർക്ക്. ഇതെല്ലാം ഉണ്ടാകും. ക്യാമ്പസിനുള്ളിലെ കൃഷി ഉണ്ടാവും, നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസ് വൃത്തിയാക്കലുണ്ടാവും, സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. പിന്നെ അത് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൺസൂണിൽ മാലിന്യമുക്ത മഴക്കാലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വൃത്തിയാക്കലുണ്ടാവും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾ വൃത്തിയാക്കണം. സ്കൂളിൽ പച്ചക്കറിത്തോട്ടം നടത്തുന്ന സ്കൂളുകളുണ്ട്, അതെല്ലാം NSS ആരാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പൂക്കളുടെ കൃഷി നടത്തുന്ന സ്കൂളുകളുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ക്യാമ്പസ് വർക്കിൽ ഉണ്ടാവുക. അത് 30 മണിക്കൂർ. പിന്നെ 70 മണിക്കൂറത്തെ പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി വർക്കുകളാണ്. ഈ കമ്മ്യൂണിറ്റി വർക്കുകൾ വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദത്ത് ഗ്രാമം ഉണ്ടാവും. ഓരോ NSS യൂണിറ്റിനും ഒരു ദത്ത് ഗ്രാമം ഉണ്ടാവും. ഈ ഗ്രാമത്തിൽ നിങ്ങളുടെ സ്കൂളിരിക്കുന്ന ഗ്രാമം തന്നെയായിരിക്കും പൊതുവെ വരാറ്. ആ ഗ്രാമത്തിൽ നിങ്ങൾ 70 മണിക്കൂർ ഒരു വർഷം പ്രവർത്തിക്കണം. അത് വിവിധ സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. അത് ഓരോ പ്രോഗ്രാമുകളും NSS തന്നെ ചാർട്ട് ചെയ്ത് തരും. അതെല്ലാം നിങ്ങൾ ചെയ്ത് 70 മണിക്കൂർ പണിയെടുക്കണം. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് ചോദിച്ചപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ സ്കൂളിൽ നടക്കുമ്പോൾ അതിൻ്റെ നോട്ടീസ് കൊണ്ട് കൊടുക്കണം, ആളുകളെ വിളിച്ചുകൊണ്ട് വരണം. ആ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നിങ്ങൾ സംഘടിപ്പിച്ച് കൃത്യമായിട്ട് നടത്തണം. ഇതൊരു കമ്മ്യൂണിറ്റി വർക്കാണ്. പിന്നെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ NSS ചെയ്യാറുണ്ട് ഇല്ലേ. ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ ഒരുപാട് രോഗികൾക്കൊക്കെ NSS പൈസ സമ്പാദിച്ച് കൊടുക്കുന്നുണ്ട്. NSSലെ വിദ്യാർത്ഥികൾ വിവിധ യൂണിറ്റുകൾ. ഇത് കമ്മ്യൂണിറ്റി വർക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു കമ്മ്യൂണിറ്റി വർക്കും കൂടെ വരും. എന്താ അറിയോ, ഇപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് പൈസ NSS കൊടുക്കുമ്പോൾ അത് ഗവൺമെൻറ് അടുത്തൊന്നുമില്ല, ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കും. അതെങ്ങനെയാണ്? വിവിധ ബിസിനസ് നടത്തി NSSലെ വിദ്യാർത്ഥികൾ പൈസ ഉണ്ടാക്കാറുണ്ട്. ഈ ബിസിനസ് നടത്തുന്ന എവിടെയാണ്? സമൂഹത്തിലാണ്. അതും ഒരു കമ്മ്യൂണിറ്റി വർക്കാണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി വർക്കുകൾ 70 മണിക്കൂർ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും രസകരമാണ്. ഇപ്പോൾ ബിസിനസ്, ഇപ്പോൾ എനിക്കറിയാവുന്നുള്ളൊരു NSS യൂണിറ്റ് നടത്തിയ ബിസിനസ് എന്ന് പറയുമ്പോൾ ഫിനൈൽ നിർമ്മിച്ച് വിൽക്കുക എന്നുള്ളതാണ്. അവർ ഈ നമുക്ക് ബൾക്കായിട്ട് ഫിനൈൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങി അവർ സ്കൂളിൽ തന്നെ നിർമ്മിച്ച് ബോട്ടിൽസിലാക്കി ഇവർ നാട് മുഴുവൻ കൊണ്ടു ചെന്ന് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി. ആ പൈസ ഇവരൊരു രോഗിക്ക് കൊണ്ട് കൊടുത്തു. അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട് NSS. നമ്മുടെ നാട്ടിലൊക്കെ ഫുഡ് ഫെസ്റ്റ് നടത്തി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി വർക്കുകൾ ഉണ്ടാവും. അതൊക്കെ ചെയ്തേ പറ്റൂ. 70 മണിക്കൂർ ആ പണിയെല്ലാം എടുത്തേ പറ്റൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയാണ് NSSൻ്റെ ആക്ടിവിറ്റീസ് വരിക. ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ക്യാമ്പസ് വർക്ക് ഉണ്ടാവും, കമ്മ്യൂണിറ്റി വർക്ക് ഉണ്ടാവും. ഇതെല്ലാം കൂടെ 120 മണിക്കൂർ ഒരു വർഷം ചെയ്യണം. രണ്ടാമത്തെ വർഷം 120 മണിക്കൂർ ചെയ്യണം. ഇത്രയുമാണ് NSSൻ്റെ ആക്ടിവിറ്റീസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇനി ക്യാമ്പുകൾ നിർബന്ധമാണോ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. NSS ചേരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉള്ള പേടിയാണ്. NSSൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 7 ദിവസത്തെ ക്യാമ്പാണ്. 7 ദിന ക്യാമ്പാണ് NSSൻ്റെ. നിങ്ങൾ +1-ലായിരിക്കുമ്പോഴായിരിക്കും ആ ക്യാമ്പ് ഉണ്ടാവുക. നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞുള്ള ഡിസംബറിലെ ക്രിസ്മസ് വെക്കേഷനാണ് NSSൻ്റെ 7 ദിവസത്തെ ക്യാമ്പ് ഉണ്ടാവുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, NSSൻ്റെ ക്യാമ്പ് നിർബന്ധമാണ്. NSSൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുക എന്താണെന്നറിയോ? നിങ്ങൾക്ക് NSSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല.
ഇത് ഒരു സ്കൂളും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല, അതിങ്ങനെ ചെയ്യാൻ കഴിയില്ല. NSSൻ്റെ സപ്തദിന ക്യാമ്പിൽ പങ്കെടുക്കാത്ത കുട്ടിക്ക് NSSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. NSSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് പോലുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടില്ല. സോ NSSൽ നിങ്ങൾ ചേർന്നത് വഴി എന്തെങ്കിലും ഉപയോഗമുണ്ടാകണമെങ്കിൽ നിങ്ങൾ NSSൻ്റെ 7 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തേ പറ്റൂ. മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ 120 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണമെന്ന് NSSൽ ചേരുമ്പോൾ. ഈ 120 മണിക്കൂറിലത്തെ ജോലി അല്ലെങ്കിൽ ഈ 120 മണിക്കൂർ പ്രവർത്തനത്തിൽ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടില്ല. ഓക്കെ, അല്ലെങ്കിൽ 7 ദിവസത്തെ ക്യാമ്പ് ആകുമ്പോൾ തന്നെ 120 മണിക്കൂർ കൂടുതലല്ലേ, അത് കൂട്ടില്ല. ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ മറ്റൊരു തരമാണ്. അത് 7 ദിവസം ഈ 240 മണിക്കൂറിൽ 2 വർഷത്തെ 240 മണിക്കൂർ പ്രവർത്തനത്തിൽ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റില്ല, അത് അതിൽ എഴുതാൻ പറ്റില്ല. ക്യാമ്പ് വേറെ തന്നെയാണ്, അത് 7 ദിവസം പോയേ പറ്റൂ, അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇനി ക്യാമ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ക്യാമ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പറഞ്ഞുതരാം. ക്യാമ്പ് 7 ദിവസം ഉണ്ടാവും, വീട്ടിൽ പോകാൻ പറ്റില്ല, റെസിഡൻഷ്യൽ ക്യാമ്പാണ്, അവിടെ താമസിച്ച് പറ്റത്തുള്ളൂ. ക്യാമ്പിലെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ടാവും, കമ്മ്യൂണിറ്റി വർക്ക് ഉണ്ടാവും. നിങ്ങൾ ക്യാമ്പ് നടക്കുക ഒരു ചെറിയ സ്കൂളിലായിരിക്കും. NSSൻ്റെ ക്യാമ്പ് ഒരിക്കലും 1 ഫെസിലിറ്റീസ് ഉള്ള സ്കൂളുകളിൽ നടത്തത്തില്ല, LP സ്കൂളുകളിലായിരിക്കും. ഓക്കെ, ചെറിയ ഫെസിലിറ്റീസേ ഉണ്ടാകത്തുള്ളൂ. ആ ചെറിയ ഫെസിലിറ്റികളിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് NSS ക്യാമ്പിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. പിന്നെ വൈകുന്നേരങ്ങളിൽ കൾച്ചറൽ പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ടാവും. അവിടെ നിങ്ങളുടെ പാട്ട്, ഡാൻസ്, കൂത്ത് ഇതെല്ലാം നിങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും, അവതരിപ്പിച്ചേ പറ്റൂ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണം. രാവിലെ നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ടാവും. 1-2 ക്ലാസ്സുകൾ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടായെന്ന് വരാം. പിന്നെ വേരിയസ് പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ 7 ദിവസം ഒരുമിച്ച് താമസിക്കുന്നു. പിന്നെ അവിടെ ഉണ്ടാവേണ്ട നിങ്ങളെ പല ഗ്രൂപ്പുകളാക്കും. ഇത് നിങ്ങളുടെ NSS ക്യാമ്പിൽ വെച്ചിട്ട് നിങ്ങൾ മെസ് ടീമിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ 5 ഗ്രൂപ്പാക്കും. ഓരോ ഗ്രൂപ്പിനും ഓരോ ദിവസം ഓരോ ജോലിയായിരിക്കും. ഇന്ന് ഒരു ഗ്രൂപ്പിന് മെസ്സായിരിക്കാം ജോലി. മെസ്സിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ കുക്ക് ചെയ്യണം. ആ NSS ക്യാമ്പിലെ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ 7-8 പേരുണ്ടാവും. ആ NSS ക്യാമ്പിലെ എല്ലാവർക്കും വേണ്ട ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കണം അന്നത്തെ ദിവസം മെസ് ടീം കിട്ടിയ. ഇനി ചിലർക്ക് പ്രോഗ്രാം കമ്മിറ്റിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ പ്രോഗ്രാംസ് മുഴുവൻ അറേഞ്ച് ചെയ്യേണ്ടത് ആ ടീമായിരിക്കും. ചില ടീമിന് കിട്ടുക അപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും, എങ്കിൽ അന്നത്തെ കൾച്ചറൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും. ഇങ്ങനെ ഓരോ ടീമിനും ഓരോ ദിവസം ഓരോ ഡ്യൂട്ടി ആയിരിക്കും കിട്ടുക. ഇങ്ങനെ എല്ലാ ഡ്യൂട്ടികളും നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇതാണ് ക്യാമ്പസിലെ മറ്റൊരു തരം പ്രവർത്തനം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്താലേ പറ്റൂ. കൂടെ ക്ലാസ്സുകൾ ഉണ്ടാവും, പ്ലസ് കമ്മ്യൂണിറ്റിയിൽ പോയി ഓരോ വർക്കുകൾ, ഇപ്പോൾ സർവേ എടുക്കൽ പോലുള്ള വർക്കുകൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ രാത്രിയിൽ കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടാവും. ഇതാണ് NSSൻ്റെ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ. ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആ കുട്ടി ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, സൺഡേയിൽ ക്ലാസ്സുകളോ ആക്ടിവിറ്റീസോ ഉണ്ടാകുമോ? സൺഡേയിൽ ക്ലാസ്സുകളോ ആക്ടിവിറ്റീസോ ഉണ്ടാകാറില്ല. ഓക്കെ, NSSൻ്റെ ആക്ടിവിറ്റീസ് സൺഡേകളിൽ ഉണ്ടാവാറില്ല, സാറ്റർഡേകളിൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, പിന്നെ സൺഡേകളിലും ആക്ടിവിറ്റികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് സൺഡേകളിൽ ഉൾപ്പെടെ കണ്ടക്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. പക്ഷേ പൊതുവേ അങ്ങനെ ഉണ്ടാകാറില്ല. സാറ്റർഡേകളിൽ വർക്കുകൾ വയ്ക്കാറുണ്ട്. ഓക്കെ, ദെൻ ഇത്രയാണ് ആ കുട്ടി ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ. ഇത്രയാണ് പൊതുവേ NSSനെ പറ്റി വരാറുള്ള സംശയങ്ങൾ. ഈ സംശയങ്ങളെ കൂടാതെ NSSലെ വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ടുണ്ടാവാറുള്ള മറ്റ് ചില സംശയങ്ങൾ കൂടിയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാണ് NSSൽ ചേരുന്നതിന് പൈസ കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ കാണാം, ചില സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ NSSൽ ചേരുമ്പോൾ പൈസ കൊടുക്കാറുണ്ട്. NSSൽ ചേരുമ്പോൾ NSS യൂണിറ്റ് അവരിൽ നിന്ന് പൈസ വാങ്ങാറുണ്ട്. ചില സ്കൂളുകളിൽ പൈസ വാങ്ങാറേ ഇല്ല. അപ്പോൾ ചോദിക്കും, ഇത് എന്താണ് ഈ സംഭവം? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പൈസ വാങ്ങി, അവൻ്റെ സ്കൂളിൽ നിന്ന് പൈസ വാങ്ങിയില്ല, ഇതെന്താ സ്കൂളുകാർ ഞങ്ങളെ പറ്റിക്കുകയാണോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, 2 തരം NSS യൂണിറ്റുകളുണ്ട്. ഒന്ന് ഗവൺമെൻറ് പൈസ കൊടുക്കുന്നതാണ്, 2 സെൽഫ് ഫിനാൻസ്ഡ് ആണ്. ഓക്കെ, സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള NSS യൂണിറ്റുകൾ അതത് സ്കൂളുകൾ തന്നെയാണ് പൈസ മുടക്കി നടത്തുന്നത്. അപ്പോൾ അതിൽ ചേരുന്ന വിദ്യാർത്ഥികൾ ഒരു നിശ്ചിത തുക NSS യൂണിറ്റിലേക്ക് കൊടുത്താൽ മാത്രമേ അവർക്കതിൽ അംഗമാകാൻ കഴിയത്തുള്ളൂ. അതല്ലാതെ ഗവൺമെൻറ് പൈസ കൊടുക്കുന്ന NSS യൂണിറ്റുകളുണ്ട്. അവിടെ നിങ്ങൾ 5 നയാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു NSSൻ്റെ ഒരു ബാഡ്ജ് കിട്ടും. അതിന് നിങ്ങൾ ആ ബാഡ്ജിനും ഡയറിക്കുമായിട്ട് 100 രൂപയോ മറ്റോ കൊടുക്കണം. അത് മാത്രം കൊടുത്താൽ മതി. പിന്നെ ബാക്കി NSSൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അതത് സ്കൂളുകൾ ചെയ്യാറുണ്ട്, അതിന് പൈസയും വാങ്ങാറുണ്ട്.
അതൊക്കെ പല സ്കൂളിനനുസരിച്ച് മാറും. പൊതുവേ ഉള്ള പൈസ ഇങ്ങനെയാണ്. ഗവൺമെൻറ്റാണ് പൈസ കൊടുക്കുന്ന യൂണിറ്റുകൾക്ക് 100 രൂപയോ മറ്റോ ഒക്കെ ഈ ഡയറിക്കും ബാഡ്ജിനുമായിട്ട് ചിലവാകാറുണ്ട്. അല്ലാതെ സെൽഫ് ഫിനാൻസ്ഡ് ആണെങ്കിൽ ആ സ്കൂൾ പറയുന്ന പൈസ നിങ്ങൾ കൊടുത്താലേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംശയം മാറിയല്ലോ. ഇനി നിങ്ങളുടെ സ്കൂൾ എത്തരത്തിലാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഓക്കെ, പല സ്കൂളും പല തരത്തിലായിരിക്കും. മറ്റൊരു സംശയമാണ് NSSൻ്റെ ഗ്രേസ് മാർക്ക് എത്ര. NSSൻ്റെ ഗ്രേസ് മാർക്ക് 24 മാർക്കാണ് കിട്ടുക ഹയർ സെക്കൻഡറി ലെവലിൽ കിട്ടുക. അത് +1 പരീക്ഷയിൽ കിട്ടത്തില്ല, +2 പരീക്ഷയിൽ കിട്ടും. ഓക്കെ, +2 പരീക്ഷയിൽ 24 മാർക്കിൻ്റെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 മാർക്ക് ഇൻഡെക്സ് മാർക്ക് അധികമായിട്ട് NSSൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. പ്ലസ് നിങ്ങൾ എൻട്രൻസ് എഴുതുമ്പോൾ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലേക്കുള്ള CSS FIUGPയുടെ CSS എൻട്രൻസ് എക്സാമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 1.5 മാർക്കിൻ്റെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. PSCയിൽ NSSന് ഗ്രേസ് മാർക്ക് നിലവിലില്ല, പക്ഷേ ഉടനെ ഉൾപ്പെടുത്തും എന്നുള്ള തരത്തിൽ ചർച്ചകൾ വരാറുണ്ട്. NSSൻ്റെ ഭാഗമായിട്ടുള്ളവർ അത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പലപ്പോഴും ആ കുട്ടികൾ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സോ PSCയിലും വൈകാതെ NSSൻ്റെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. പിന്നെ NSSൻ്റെ ഗ്രേസ് മാർക്ക് ലക്ഷ്യം വെച്ച് നിങ്ങൾ പോകരുത്. കാരണം ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് 24 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 240 മണിക്കൂർ പണിയെടുക്കണം. 240 മണിക്കൂർ പഠിച്ചാൽ 24 മാർക്കല്ല, നിങ്ങൾക്ക് 10, 100, 150 മാർക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഗ്രേസ് മാർക്കിന് വേണ്ടി ചെന്ന് ചേരുക എന്ന് പറയുന്നത് ഒരിക്കലും ലോജിക്കലി അത്ര നല്ല കാര്യമൊന്നുമില്ല. NSSൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, NSSൻ്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് മനോഹരമാണ്, സാമൂഹിക സേവനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേരുക. ഓക്കെ, അതിന് നിങ്ങൾക്ക് കിട്ടുന്നൊരു ബോണസാണ് ഈ 24 മാർക്കിൻ്റെ ഗ്രേസ് മാർക്ക്. അല്ലാതെ അതിനു വേണ്ടി ചെന്നാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം നിങ്ങൾ 140 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും 24 മണിക്കൂറല്ല 24 മാർക്കല്ല കിട്ടുക. ഓക്കെ, സോ ഗ്രേസ് മാർക്കിന് വേണ്ടി ചെന്ന് ചാടരുത്. ഇത്രയും കാര്യങ്ങളാണ് NSSനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനിയും ക്ലിയർ ആകാത്ത എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ ഉത്തരം നൽകാം. പിന്നെ NSSൻ്റെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോയും ഉടനെ തന്നെ ചെയ്യാം. അത് നാളെ തന്നെ മാക്സിമം ചെയ്തിടാൻ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.